السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനി സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഹശ്റിലൂടെ വളരെ പ്രസിദ്ധമായ നിലക്ക് വിശദീകരിച്ചിട്ടുള്ള മറ്റൊരു സംഭവമാണ്. അതായത് ബനു നളീർ എന്ന് പറയുന്ന യഹൂദി ഗോത്രം. ബനു നളീർ, ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള ഇതൊക്കെ മദീനയിലുണ്ടായിരുന്ന ജൂത ഗോത്രങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ അവിടെയുണ്ടായിരുന്ന ആളുകൾ, ഒന്ന് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ അറബികൾപ്പെട്ട ആളുകൾ, മറ്റൊന്ന് യഹൂദികളുണ്ട്. യഹൂദികൾ തന്നെ പല ഗോത്രങ്ങളുണ്ട്. ബനു ഖുറൈള ഗോത്രമുണ്ട്, ബനു നളീർ ഗോത്രമുണ്ട്, ബനു ഖൈനുഖാഅ് ഗോത്രമുണ്ട്. ഇവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ഉടനെ ഇവരോടൊക്കെ ഒരു കരാറെടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളോട് നിങ്ങൾ സഹായം ചെയ്യരുത്, ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്കും മദീനയിൽ ശാന്തമായി സൗഹാർദ്ദത്തോടെ നമുക്ക് ഒരു സന്ധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഇവിടെ സമാധാനപരമായി ജീവിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന്റെ ശേഷം അവിടെയുള്ള യഹൂദി ഗോത്രങ്ങളുമായി കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യഹൂദിയല്ലേ, യഹൂദിക്ക് എന്നും ചരിത്രത്തിലൊരു പാരമ്പര്യമുണ്ട്. അതെന്താ? വഞ്ചന. വഞ്ചന യഹൂദിയുടെ ബ്ലഡിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ്. ചതിക്കും. എന്നും ചതി എന്ന് പറയുന്നത് യഹൂദി ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, പ്രവാചകനെ എതിരെ ഈ നിലക്ക് അവിടുത്തോട് കരാറിലൊക്കെ ഏർപ്പെട്ട ഈ ജൂതഗോത്രങ്ങൾ അവരുടെ തനി സ്വഭാവം കുറച്ചു കഴിഞ്ഞപ്പോ കാണിക്കാൻ തുടങ്ങി. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു. ഉഹദിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്തിരി പരാജയമൊക്കെ ഉണ്ടായല്ലോ. പിന്നെ ഈ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നബിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ യഹൂദികൾ ആ അവസരം മുതലെടുക്കാൻ നോക്കി. അവര് ഇപ്പൊ 1070 ചില്ലാനം ആളുകൾ പല സന്ദർഭങ്ങളിലായി ഈ രൂപത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഉഹദിലൂടെയായി കുറെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബദറിലും കുറെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ തന്ത്രം മെനയേണ്ട സമയമാണെന്ന് യഹൂദി മനസ്സിലാക്കി. അങ്ങനെ യഹൂദികൾ എന്ത് ചെയ്തു? നാം ചരിത്രം പഠിക്കണം. ബനു നളീർ ഗോത്രക്കാരായ ഈ യഹൂദികൾ ചെയ്തൊരു പണി എന്താണെന്നറിയോ? അവര് പറഞ്ഞു, ഇനിയിപ്പോ മുഹമ്മദിന്റെ ആൾക്കാരെ കൊല്ലൽ അത്രയൊക്കെ മതി, മുഹമ്മദിനെ തന്നെയാണ് കൊല്ലുക. സുബ്ഹാനല്ലാഹ്, ഇന്നാലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഹൂദിയുടെ മനസ്സെന്താ? എപ്പോഴും സത്യം പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ബനു ഇസ്രായേലിനുള്ളത്. ഖുർആൻ പറഞ്ഞില്ലേ, യഹൂദികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, യഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, നബിമാരെ അന്യായമായി കൊന്നുകളയാ. അവർക്കൊരു ഹോബിയാണത്. അള്ളാന്റെ ശാപകോപങ്ങൾക്ക് അവർ വിധേയരാവാൻ കാരണം അതാണ്. പ്രവാചകന്മാരെ അകാരണമായി കൊല്ലും.
അങ്ങനെ കൊന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവര് വിചാരിച്ച പരമ്പരയിൽ നിന്നായില്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ്. ഈ ബനു നളീറും ബനു ഖുറൈളയും ബനു ഖൈനുഖാഉ എന്നൊക്കെ പറയുന്ന മദീനയിലെ യഹൂദി ഗോത്രങ്ങളൊക്കെ തൗറാത്ത് വായിച്ചിട്ട് ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു തൗറാത്തിൽ പറയപ്പെട്ട നബിയെ. ഒരു നബി വരാനുണ്ട്, ആ നബി ഞങ്ങൾക്ക് വന്നാൽ ആ നബിയുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് എല്ലാ ശത്രുക്കൾക്കുമെതിരെ പോരാടുമെന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് മേനിനടിച്ചിരുന്ന യഹൂദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വിശ്വസിച്ചില്ല. എന്താ സുഹൃത്തുക്കളെ കാരണം? എന്താ വിശ്വസിക്കാതിരിക്കാൻ കാരണം? അവര് വിചാരിച്ചത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്നാണ് ആ നബി വരിക. വന്നു നോക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് വിചാരിച്ച ഗോത്രത്തിൽ നിന്നും അവര് വിചാരിച്ച താവഴിയിലൂടെയും അല്ല ആള് വന്നത് എന്ന് നോക്കുമ്പോ അസൂയ നിമിത്തം ഖുർആൻ അവരെ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള അസൂയ കാരണത്താൽ വാരിപ്പുണർന്ന് വിശ്വസിക്കേണ്ടതിന് പകരം അവര് അവിശ്വസിക്കുകയാണ് ചെയ്തത്. അവരുടെ മനസ്സിലിങ്ങനെ പകയും വിദ്വേഷവും നൊരഞ്ഞു പൊന്താണ്. അങ്ങനെ അവര് എപ്പോഴും യഹൂദി നേർക്ക് നേരെ ഒരു സംഘടനത്തിന് യഹൂദി വന്ന ചരിത്രമല്ല നാം ഖുർആൻ തന്നെ പറയുന്നത്. എപ്പോഴും ഒളിപ്പോര് നടത്തുക, പിന്നിന്ന് നടത്തുക, ചതി നടത്തുക, പിന്നിന്ന് കുത്തുക, അങ്ങനെയൊക്കെയുള്ള ചതിപ്രയോഗങ്ങൾക്കാണ് എപ്പോഴും യഹൂദി പാരമ്പര്യം എന്ന് ഖുർആൻ പറയുന്നത്. വളരെ വസ്തുതാപരമായി അല്ലാഹു തആല സമൂഹത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബനു നളീർ ഗോത്രമായ യഹൂദികളുടെ അരികിലേക്ക് അല്പം സഹാബിമാരെയും കൂട്ടിയിട്ട്, പ്രമുഖനായ ചില സഹാബിമാരെയും കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക്, സന്ധിയിലുള്ള ഒരു ഗോത്രമാണല്ലോ, അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒരല്പം പണം കടം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചു. റസൂലുള്ളാഹിന്റെ സ്വന്തം ആവശ്യത്തിനുള്ള കടമൊന്നുമല്ല, പൊതുവെ അവിടെ ആരുടെയോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദിയാദനം, നമ്മൾ ബ്ലഡ് മണി എന്ന് പറയുന്ന ആ ദിയാദനം കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാശ് സ്വരൂപിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് തൽക്കാലം ഈ ബനു നളീറുകാരിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അവരാണെങ്കിൽ വലിയ സമ്പന്നരാണെന്ന്. അവിടെ മദീനയിലെ ഒരുപാട് കാർഷികോൽപ്പന്നങ്ങളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, കോട്ടകളുണ്ട്, ഒരുപാട് സമ്പത്തുക്കളുണ്ട്, നാണ്യശേഖരങ്ങളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കുറച്ച് വായ്പ വാങ്ങാം, എന്നിട്ട് ഇവരെ സഹായിക്കാം എന്ന നിലക്കാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബിമാരെയും കൂട്ടിയിട്ട് ഈ ബനു നളീർ ഗോത്രത്തെ സമീപിച്ചത്. കണ്ടപ്പോ അവര് അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്തിനെ കണ്ടപ്പോ വല്ലാത്ത സ്വീകരണം, നല്ല നിലക്ക് വരവേറ്റു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അവരെന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരെന്ത് ചെയ്തു നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ നമുക്ക് കാണാം. അവര് ചെയ്ത പണി എന്താ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടുപോയിട്ട് അവര് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്ത് ഇരുത്തി, നമ്മൾ സഹായിക്കാം, വേണ്ട എന്താ ചെയ്യാം, നമുക്ക് ചെയ്യാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഒരു മതിലിന്റെ ഓരത്ത് ഒരു തണലുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിച്ച് ഇരുത്തുന്ന നിലക്ക് അവിടെ ഇരുത്തിയിട്ട് നബി സഹാബിമാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് തമ്മിലൊരു കുശുകുശു, യഹൂദികൾ തമ്മിലൊരു കുശുകുശുക്കൽ. എന്താ കുശുകുശുത്തത്? അവരെന്താ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ഇരുത്തിയേടത്ത് നിന്ന് ആ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ള മതിലിന്റെ മുകളിലെ പിന്നിലൂടെ കയറി ചെന്നിട്ട് മട്ടുപ്പാവിന്റെ മുകളിലേക്ക് കയറി ചെന്നിട്ട് വലിയ ഒരു കല്ല്, ആസുകല്ല് എടുത്തിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് തല ചതച്ചരച്ച് കൊല്ലണം എന്നതാണ് യഹൂദി പ്ലാൻ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ പറഞ്ഞതുപോലെ കാശൊക്കെ നമുക്ക് തരാം, നിങ്ങൾ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല നിലക്ക് അഭിനയിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടതാ ഇവര് പരസ്പരം സ്വകാര്യമായി തന്ത്രം മെനഞ്ഞു. പിന്നിൽ നിന്ന് തലയിലേക്ക് ആ ഭാരിച്ച കല്ലിട്ട് കൊണ്ട് കൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോഴേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കൊടുക്കുന്നു. നബിയേ, അപകടമാണ്, എഴുന്നേറ്റ് പോയിക്കോളണം. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ഉടനെ എഴുന്നേറ്റ് പോകുന്നു. ഇരുന്ന നബി തങ്ങൾ സഹാബത്തിന് പോലും മനസ്സിലായില്ല എന്താണ് സംഭവമെന്ന്. അവരോട് പോലും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ട് മദീനയിലേക്ക് പോകുന്നു. പിന്നിലാ സഹാബിമാരെത്തിയത്.
വിവരറിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് വിവരം കൊടുത്തു. ഇതിലേക്ക് സൂചനയായിക്കൊണ്ട് ഖുർആൻ പറയുന്നു, നബിതങ്ങളെ വധിക്കാനും വിശ്വാസികളെ വകവരുത്താനും ശ്രമിച്ചപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തരുന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവീൻ. ഇദ് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരു ജനത നിങ്ങളുടെ നേരെ കൈനീട്ടിയിട്ട് നിങ്ങളെ വകവരുത്താനും നശിപ്പിക്കാനും തുനിഞ്ഞപ്പോൾ ഫകഫ ഐദിയഹും അൻകും, അവരിൽ നിന്ന് അവരുടെ കരങ്ങളെ അല്ലാഹ് തട്ടിക്കളഞ്ഞില്ലേ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കട്ടെ. ഈ ആയത്ത് അതിലേക്കുള്ള സൂചനയാണ്, ആ സംഭവത്തെ കുറിച്ചും കൂടിയാണ് ഇത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു സംഭവം നബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് യഹൂദി പ്ലാൻ ചെയ്തു. യഹൂദി അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ നടത്തിയ പ്ലാനിംഗ് ഒക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തില്ലേ, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ തന്നെ കൊല്ലാനായിരുന്നല്ലോ ഈ കൊണ്ടുവന്നത്. ഈ ശ്രമം പാളിപ്പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ബോധ്യമായി. അവിടുന്ന് അവരുമായിട്ടുള്ള സന്ധി ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ചിട്ട് സഹാബത്തിന് ഓർഡർ കൊടുത്തു. ബനു നദീറുകാരോട് പോയിട്ട് പറയണം, ഉടനെ മദീന വിടണം, ഇവിടം വിട്ട് നിങ്ങൾ പോകണം. നിങ്ങൾ ഈ രാജ്യം വിട്ട് വേറെ എങ്ങോട്ടോ പോയിക്കോ, മദീനയിൽ നിൽക്കാൻ പാടില്ല, ഇവിടം വെച്ച് നിങ്ങൾ രാജ്യം വിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓർഡർ കൊടുത്തു, അവരോട് ആ വിവരം പറയാൻ. അങ്ങനെ അവരെ തുരത്തി ഓടിച്ചു നാട് കടത്തിയ ഒരു സംഭവമുണ്ട്. അവർ ആ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടു, തുരത്തി ഓടിക്കപ്പെട്ടു. തുരത്തി വിടൽ എന്ന അർത്ഥത്തിലുള്ള ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ഹശ്ർ. ഹശ്ർ എന്ന് പറഞ്ഞാൽ തുരത്തി വിടുക, നാട് കടത്തുക, ആട്ടി ഓടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ പേരിലുള്ള അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സുഹൃത്തുക്കളെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് ആ സംഭവമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവരോട് പറഞ്ഞു, രാജ്യം വിട്ടോളണം. 10 ദിവസം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അനുവാദം തന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. 10 ദിവസമാണ് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം ഉള്ളത്. ചതിയന്മാരാണ് നിങ്ങൾ, വിശ്വസിക്കാൻ നിങ്ങളെ കൊള്ളൂല, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ചതി കാരണത്താൽ നിങ്ങളുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ഇവിടം വിട്ടു പോകണം എന്ന് പറഞ്ഞ് അവരോട് ശക്തമായ നിലക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോ മുനാഫിക്കിന്റെ നേതാവ് അബ്ദുള്ള പതുക്കെ ചെന്നു. മുനാഫിക്ക് നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഈ യഹൂദികളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഉസ്ബുതു, ഇവിടെ തന്നെ നിന്നോ, പ്രതിരോധിച്ചിരുന്നോ, ഞങ്ങളുണ്ടോ നിങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കുന്നു, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. നിങ്ങളെങ്ങാനും കൊല്ലപ്പെട്ട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, ഖാതൽനാ മഅക്കും, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടും. നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലോ നിങ്ങൾ ഒറ്റക്ക് ഞങ്ങൾ വിടൂല, ഖറജ്നാ മഅക്കും, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വലാ തഖ്റുജൂ, പുറത്തു പോകണ്ട. എന്റെ കൂടെ അറബികളിൽ നിന്ന് 2000-ഓളം വരുന്ന അനുയായികളുണ്ട് എനിക്ക്, അതുകൊണ്ട് ഉറച്ചിരുന്നോ, നിങ്ങളുടെ കോട്ടയിൽ തന്നെ കഴിച്ചുകൂട്ടിക്കോ. നിങ്ങളുടെ അവസാനത്തെ ആളെയും, അതേ അവരിലുള്ള അവസാനത്തെ ആളെയും കൊന്നിട്ടല്ലാതെ, അവരെ മുഴുവൻ വയ്യത്താക്കിയിട്ടല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊക്കെയാണ് പോയിട്ട് ബഡായിയോട് പറഞ്ഞു. തട്ടിവിട്ടതാ മുനാഫിക്ക്. അല്ലാഹു നമുക്ക് ഇത്തരത്തിലുള്ള ഈ സംഭവവികാസങ്ങളൊക്കെ അതിനെല്ലാം പ്രേരകമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ആവേശവും ഇബാദത്തുകളിൽ ഇഖ്ലാസും എല്ലാ രംഗത്തുമുള്ള ഇഖ്ലാസും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, അള്ളാഹു എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.